എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിരുമധുരം വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി ഗ്രൂപ്പിലുള്ള ഒരു അംഗം വത്സല ടീച്ചറാണെന്ന് തോന്നുന്നു. അവർ അവലോകനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിരുന്നു? തിരുമധുരം ഗ്രൂപ്പ് ഒരു ദിവസത്തെ അവലോകനം. ഹരേ കൃഷ്ണ. വെളുപ്പിന് 3:40 ദൃശ്യാദാസിന്റെ ശംഖനാദത്തോടെ ഗ്രൂപ്പ് ഉണരുന്നു. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാപ്രവർത്തതെ. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ഭക്തിസാന്ദ്രമായി ഗുരുവായൂരപ്പ സന്നിധിയിലെത്തുന്നു. അതിനുശേഷം നാരായണീയം, ജ്ഞാനപ്പാന, വിഷ്ണു സഹസ്രനാമം, കണ്ണന്റെ ഭക്തിഗാനങ്ങൾ, കീർത്തനങ്ങൾ, ശുഭദിനമാശംസിക്കൽ എന്നിവ കൊണ്ട് ഗ്രൂപ്പ് സജീവം. ബിന്ദു, ജയദീപ്, ഉഷ, വേണുഗോപാല, ഉഷ നെല്ലാങ്കര എന്നിവരുടെ നാരായണീയ പാരായണവും കീർത്തനങ്ങളും എടുത്തു പറയേണ്ടതാണ്. റീത്ത രവീന്ദ്രൻ കണ്ണന് ചാർത്തുന്ന മാല എന്നും തൊട്ട് കണ്ണിൽ വയ്ക്കാൻ തോന്നും. ത്രിമധുരത്തിന്റെ അമ്മയായ സരളാമ്മയുടെ സ്നേഹം ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ തൊട്ടറിഞ്ഞിട്ടുണ്ട്. ശ്രീകുമാർ സാറിന്റെ അറിവുകൾ പങ്കുവെക്കൽ ഹൃദ്യമായി തോന്നുന്നു. ശ്യാമളാഭായ്, സോഫിയമ്മ, ശാന്താമ്മ എന്നിങ്ങനെ പേരെടുത്ത് പറയത്തക്കതായ ധാരാളം പേർ ചേർന്ന് നമ്മുടെ ഗ്രൂപ്പിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ഗ്രൂപ്പിന്റെ നെടുന്തൂണുകളായ സരളാമയെയും ഉഷാമയെയും അതുപോലെ രോഗത്താൽ വിഷമിക്കുന്നവരെയും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അസുഖം ഭേദമാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. 11 മണിവരെ ഉച്ചപൂജ അലങ്കാരം പറയാനുള്ള സമയമാണ്. എല്ലാവരും തന്നെ മത്സര രംഗത്തുണ്ട്. ഒടുവിൽ കൃഷ്ണാനുഗ്രഹം ലഭിച്ച സമ്മാനം നേടിയ വ്യക്തിയോട് എല്ലാവരും തങ്ങളുടെ സ്നേഹം പങ്കുവെക്കുന്നു. ഇതിനിടയിൽ ഓരോരുത്തരുടെയും സങ്കടങ്ങൾ, രോഗങ്ങൾ, സന്തോഷങ്ങൾ, സംശയങ്ങൾ എല്ലാം ഗ്രൂപ്പിലുള്ളവരുമായിട്ട് പങ്കിട്ട് പരിഹാരങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നേടിയെടുക്കുന്നു. അത് കേൾക്കുന്നത് തന്നെ കൗതുകമാണ്. ആർട്ടിസ്റ്റ് നന്ദൻപിള്ളയുടെ ഉണ്ണിക്കണ്ണന്റെ വികൃതികൾ ചിരിക്കൊപ്പം വാത്സല്യവും ഭക്തിയും കൂടി നമ്മളിൽ ജനിപ്പിക്കുന്നു. അതോടൊപ്പം ഗുരുവായൂർ ഉച്ചപൂജ അലങ്കാര വർണ്ണന, ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി ശ്രീ തിരുവാലൂർ ശ്രീകുമാരൻ നമ്പൂതിരി അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിന്ന് നാരായണ 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 എന്ന മന്ത്രജപത്തോടെ ഭക്തിയിൽ ലയിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുറുകെ പിടിച്ചു നിൽക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. ഉച്ചയ്ക്ക് വിശ്രമ സമയത്ത് ഒഴിവുകളെത്തി ഗ്രൂപ്പിൽ കുശല പ്രശ്നങ്ങൾ, പാട്ടുകൾ, പാട്ടുവിശേഷങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നു. പിന്നീട് ഗ്രൂപ്പിന് അല്പസമയം വിശ്രമം. 4 മണിക്ക് ഗ്രൂപ്പ് തുറന്നാൽ പാട്ടുകൾ, വിശേഷങ്ങൾ, ചർച്ചകൾ എന്നുവേണ്ട വലിയ തിരക്ക് തന്നെ. പിന്നീട് 5:30 മുതൽ 7:30 വരെ നാമജപത്തിനുള്ള സമയമാണ്. എല്ലാവരും ദേഹശുദ്ധി വരുത്തി നാമം ചൊല്ലൽ, കീർത്തനാലാപനം എന്നിവയിലൂടെ ഗ്രൂപ്പിനെ സാന്ദ്രമാക്കുന്നു. 8:30 ആവുമ്പോഴേക്കും അഡ്മിൻ്റെ ടാസ്ക് വരും. എല്ലാവരും വലിയ ഉത്സാഹത്തോടെയാണ് അത് ഏറ്റെടുക്കുന്നത്. ഗോപന്മാർ കുറവാണെങ്കിലും ഉള്ളവർ വളരെ സജീവമാണ്. ഗോപന്മാരുടെ പാട്ടുകളും കഥകളും വീട്ടുവിശേഷങ്ങളും കേട്ട് കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ഗ്രൂപ്പ് അടയ്ക്കുന്നത് വരെ എല്ലാവരുടെയും കൊട്ടിക്കലാശം തന്നെ. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? 10 മണിക്ക് ശേഷം ഉണ്ണിക്കണ്ണനെ പാട്ടുപാടി ഉറക്കാനുള്ള തത്രപ്പാടാണ് എല്ലാവർക്കും. എല്ലാവരും കൂടി പാട്ടുപാടി കണ്ണനെ ഉറക്കുന്നു. അടുത്ത പ്രഭാതത്തിന് കാതോർത്ത് ഹരേ കൃഷ്ണ, മുരളീധര, മുകുന്ദ ജനാർദ്ദന. ഇങ്ങനെ ഒരു ത്രിമധുരം ഗ്രൂപ്പ് ഞങ്ങൾക്കായി തന്നതിന് അഡ്മിനോടും സർലാമയോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഗ്രൂപ്പിലെ ഒരു അംഗം എഴുതിയാലാണ്. നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു, അത്രയേ ഉള്ളൂ.